ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനപ്പാറ എസ്റ്റേറ്റ്. അനപ്പാറ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മൾ കാഞ്ചി പ്രസവിച്ചു. ഇന്ന് രാവിലെ ആയിരുന്നു പ്രസവം. നമ്മളാരും അറിഞ്ഞില്ല. വെളുപ്പിനായിരുന്നു. പാല് കറക്കാൻ വേണ്ടി പശുക്കളെ പുറത്ത് പണിക്കാരൊക്കെ ഇട്ടാൽ വന്നപ്പോഴാണ് പ്രസവിച്ചെടുക്കണം. വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പാലൊക്കെ കുടിക്കേണ്ടത് തന്നെ. നമ്മൾ രാവിലെ കാണുമ്പോൾ തന്നെ പശുക്കുട്ടി ഓടി നടക്കണം. പശുക്കുട്ടിയാണ് കിട്ടിയത്. പശുക്കുട്ടിയാണ് ഓടി നടക്കണ കണ്ടത്. അപ്പോൾ അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഒരു പശുക്കുട്ടി ഞങ്ങളുടെ ഫാമിൽ പുതിയ അംഗമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കില്ല, ഇതിനൊന്ന് വളർത്തി വെക്കണം. അപ്പോൾ കുറേ പേര് പറഞ്ഞിരുന്നു നമ്മളെ ചാനലിലൂടെ ഒക്കെ മെസ്സേജും ഒക്കെ ചോദിച്ചായിരുന്നു, നിങ്ങൾക്ക് പശുക്കുട്ടീനെ വളർത്തിക്കൂടെയെന്ന്. ഇത് നമ്മളെ മൃഗാശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്ന സെമനാണ് കുത്തിവെച്ചത്. നമ്മളെ നിയറസ്റ്റ് തന്നെയാണ് മൃഗാശുപത്രി, തൊട്ടടുത്ത് തന്നെ. അപ്പോൾ അവിടെ നിന്ന് വന്നിട്ടാണ് കുത്തിവെച്ചത്. അപ്പോൾ ഇവിടെ വന്നിട്ട് രണ്ടാമത്തെ പ്രസവമായി. ഇപ്പോൾ കാഞ്ചി എന്നാണ് ഞങ്ങൾ പേരിട്ട് ഞങ്ങൾ വാങ്ങിച്ച ഫസ്റ്റ് ബാച്ചിൽ പശുവാണ് ഇത്. ചെറിയൊരു പശുവായിരുന്നു, കൊണ്ടുവന്നതിൽ ഏറ്റവും ഹൈറ്റ് കുറവുള്ള പശുവായിരുന്നു. പക്ഷേ നല്ല പാലുണ്ടായിരുന്നു പശുവിന്. ഇതിപ്പോൾ രണ്ടാമത്തെ പ്രസവമാണ്. ഇവിടെ രണ്ടാമത്തെ പ്രസവത്തിൽ പാല് കൂടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ല അകിടൊക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കൊരു പശുവും കൂടെ പ്രസവിക്കാനുണ്ട് ഫാമിൽ. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നിലവിൽ 77-80 ലിറ്റർ പാലിൽ നിന്ന് ഇപ്പോൾ വീണ്ടും ഇവൾക്ക് കഴിഞ്ഞ തവണ രാവിലെ 12 ലിറ്റർ പാലും ഉച്ചയ്ക്ക് ഏകദേശം ഒരു 6-7 ലിറ്റർ പാലുണ്ടായിരുന്നു അവൾക്ക്. ഇപ്പോൾ പാല് അത്യാവശ്യം കൂടാൻ ചാൻസ് ഉണ്ട്. കാരണം ഫസ്റ്റ് കറവേലിനെ കറന്നപ്പോൾ പകുതി കറന്നുള്ളൂ, നല്ലോണം പാലുണ്ടായിരുന്നു. കുറേയൊക്കെ കുട്ടീനെ കുടിപ്പിച്ചു. ഇനി നമ്മൾ ബ്ലാക്കിന് പ്രസവിക്കാനുള്ളത്. ഇപ്പോൾ ഏകദേശം അത്യാവശ്യം അകിടൊക്കെ നന്നായിട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. രണ്ടുപേരെയും ഒരേ ടൈമിൽ തന്നെയാണ് ഇഞ്ചക്ഷൻ ചെയ്തത്. അപ്പോൾ ഏകദേശം ബ്ലാക്കും പ്രസവിക്കാറായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത 2-3 ദിവസത്തിനുള്ളിൽ പ്രസവം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. കറക്റ്റ് 9 മാസം ആയി പശുക്കൾ. 9 മാസം ആയപ്പോൾ തന്നെ പ്രസവിച്ച്. ഇനിയിപ്പോൾ കാഞ്ചിനെയും നമ്മുടെ ബ്ലാക്ക് പ്രസവിച്ച് കഴിഞ്ഞാൽ രണ്ടിനെയും തൊഴുത്തിലേറ്റിയിട്ട് ഇതിലിപ്പോൾ 2-3 പശുക്കളെ പുറത്തേക്ക് ഇറക്കാറായിട്ടുണ്ട്. കാരണം ഒരു 6 മാസം ചെനയിൽ നിൽക്കുന്ന പശുവുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു ലോക്കൽ പർച്ചേസ് ചെയ്ത പശുവുണ്ട്. ഇവള് ഏകദേശം ഇപ്പോൾ ഒരു 5 മാസം കഴിഞ്ഞു. ഇവിടെ പാല് ഓൾറെഡി കുറവാണ്. ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ലോക്കൽ ഒന്ന് വാങ്ങിച്ചത്. അപ്പോൾ ഇവിടെ പാല് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവളൊന്ന് പുറത്ത് കെട്ടണം. അപ്പോൾ അങ്ങനെ 3 എണ്ണം ഇതിൽ നിന്ന് പുറത്താക്കിയിട്ട് ഇപ്പോൾ പ്രസവിച്ചതിനെ അകത്ത് കയറ്റണം. നമ്മൾ അങ്ങനെയാണ് ഇവിടെ റൊട്ടേഷൻ ചെയ്യാറ്. അതായത് 6-7 മാസം ചെനയാകുമ്പോൾ അവരെ നമ്മൾ പുറത്തഴിച്ചിട്ടിട്ട് പുറത്ത് ഏതെങ്കിലും പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിനകത്ത് കയറ്റിയിട്ട് അങ്ങനെ സ്ഥിരമായിട്ട് തൊഴുത്തിൽ എല്ലാ പശുക്കളെയും നിർത്തുന്നില്ല. കാരണം ഇത് എന്തെങ്കിലും ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി പുറത്ത് കിട്ടുമ്പോൾ തന്നെ ആ മണ്ണിൽ ചവിട്ടുമ്പോൾ ഒക്കെ ഈറ്റുകൾ ചാടണതും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും തൊഴുത്തിൽ എന്തായാലും പശുക്കൾക്ക് അധികം നിൽക്കാൻ താല്പര്യം ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇങ്ങനെ ഈ ചെന പിടിക്കണമെങ്കിലും നമുക്ക് പുറത്തയച്ച് കെട്ടാൻ നമുക്ക് ശ്രമിക്കാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്, പശുക്കൾക്ക് നല്ലതാണ്. അപ്പോൾ വർഷം മുഴുവനും തൊഴുത്തിൽ നിൽക്കില്ല. ഒരു 2 മാസം പശുക്കൾ പുറത്തായിരിക്കും. അപ്പോൾ അതിൻ്റെ ആരോഗ്യം കുറച്ചുകൂടെ മെച്ചപ്പെടും. പിന്നെ നമ്മൾ തീറ്റൊക്കെ സെയിം തന്നെ. ഇനി കുറച്ച് സൈലേജൊക്കെ കൊടുത്താലോ എന്നൊക്കെയുള്ള ഒരു പ്ലാനിങ് ഉണ്ട്. സൈലേജ് കുറച്ചും കൂടെ നല്ലതാണ്. അപ്പോൾ പുല്ലും സൈലേജും ഒക്കെ ആയിട്ട് കൊടുക്കാമെന്നുള്ളൊരു തീരുമാനത്തിലാണ്. പിന്നെ ഞങ്ങൾ ക്രീം സെപ്പറേറ്റർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ക്രീം സെപ്പറേറ്ററിൻ്റെ ഏകദേശം നമുക്കൊരു 10 ലിറ്റർ പാലിൽ നമുക്കൊരു 700 മില്ലിയോളം 700 ഗ്രാം നമുക്ക് ക്രീമായിട്ട് കിട്ടുന്നുണ്ട് നമുക്ക് നിലവിൽ. കറമൂപ്പുള്ള പശുവൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത് കൊഴുപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ ക്രീം നമുക്ക് കിട്ടുക. ഈ ഒരു ചെറിയൊരു മെഷീനാണ്. ഇതിൽ 10 ലിറ്റർ കപ്പാസിറ്റി ഉണ്ട്. നമ്മളൊരു 10 ലിറ്റർ ചെയ്ത് നോക്കി
10 ലിറ്റർ അല്ല, നമ്മൾ കുറച്ച് പാലൊക്കെ എടുത്ത് ചെയ്ത് നോക്കിയപ്പോൾ ഒരു 5-6 കിലോത്തോളം നമുക്ക് നമ്മൾ ക്രീം ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ചേക്കാണ്. അത് പിന്നെ നമുക്ക് ബട്ടറാക്കി നോക്കി, കുറച്ചെടുത്ത് ബട്ടറാക്കി നോക്കി, ഓക്കെയാണ്, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ ചോദിക്കും. ബട്ടർ ഞങ്ങൾ വീടുകളിലേക്ക് തന്നെ സെയിൽ ചെയ്യാമെന്നുള്ള പ്ലാനാണ്. അതായത് നമുക്ക് ഏകദേശം 200 വീടോളം കസ്റ്റമർ ഉണ്ട് ഓൾറെഡി, പാൽ വെക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ വീടുകളിൽ തന്നെ നമ്മൾ ഇപ്പോൾ ഏകദേശം ഒരു 10-15 വീടുകൾ നമ്മളടുത്ത് ചോദിച്ചിട്ടുണ്ട് ബട്ടർ അങ്ങനത്തെ ഉൽപ്പന്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കായിട്ട് ജസ്റ്റ് ഒന്ന് ചെറിയ സാമ്പിൾ പോലെ ഉണ്ടാക്കിയാണ്. അപ്പോൾ ഒന്ന് കൊടുത്ത് നോക്കിയിട്ട് അഭിപ്രായം നോക്കണം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നമ്മളെ ലോക്കൽ കസ്റ്റമേഴ്സിന് തന്നെ നമ്മൾ സെയിൽ ചെയ്യാന്നുള്ള പരിപാടിയിലാണ്. അതാകുമ്പോൾ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടും. കടകളിൽ നമുക്ക് ഹോൾസെയിൽ റേറ്റിലൊക്കെ കൊടുക്കേണ്ടി വരും. നമ്മൾ കുറച്ചെടുക്കുന്നതുകൊണ്ട് കുറച്ച് ആവശ്യമുള്ളൂ. അതായത് നമ്മൾ ഡെയിലി ഒരു അര കിലോ അല്ലെങ്കിൽ 1 കിലോ എന്ന രീതിയിലുള്ള ക്രീം പ്രൊഡക്റ്റ് ചെയ്യണുള്ളൂ. അപ്പോൾ അത് കാരണം കുറച്ചും കൂടെ വലിയ സെറ്റപ്പ് വേണം. അതായത് അത് ബ്ലെൻഡ് ചെയ്യാനുള്ള നല്ല അത്യാവശ്യം വലിയ ബ്ലെൻഡർ, വലിയ പാത്രങ്ങൾ, ചില്ലർ വേണം. കാരണം നല്ല ഐസ് നല്ല തണുപ്പുള്ള വെള്ളത്തിലാണ് ഇത് നമ്മൾ അടിച്ചെടുക്കുക, മിക്സിയിൽ കടഞ്ഞെടുക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മളെ വീടുകളിലെ മിക്സിയിൽ ചെയ്യുമ്പോൾ വെച്ചാൽ ഓൾറെഡി മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതിന് സെപ്പറേറ്റ് എല്ലാം ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പാത്രങ്ങളും മിക്സിയും ഒക്കെ വേണം. അപ്പോൾ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുള്ള അതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള തീരുമാനമാണ്. ഇപ്പോൾ തൽക്കാലം സാമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുന്നുള്ളൂ. കുഴപ്പമില്ല, നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഫസ്റ്റ് നമ്മളിത് കൊണ്ടുവന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഫിറ്റിങ്സ് പ്രോപ്പർ അല്ലായിരുന്നു. എന്തൊക്കെയോ ഒരു ചെറിയ മിസ്റ്റേക്ക്, അതായത് ഇതിൽ 2-3 ഒരു മിൽക്ക് വരുന്ന ഔട്ടുണ്ട്, അതായത് സ്കിമ്മഡ് മിൽക്ക് വരുന്ന ഒരു ഔട്ടുണ്ട്, അതുപോലെ തന്നെ ക്രീം വരുന്ന ഒരു ഔട്ടുണ്ട്. അപ്പോൾ അത് തമ്മിൽ എന്തോ ഒരു വ്യത്യാസം. പിന്നെ ഒരുപാട് ഫിൽറ്ററുകളും ഇതിലുണ്ട്. അപ്പോൾ അത് വെച്ച പൊസിഷൻ കറക്റ്റ് അല്ലാതെ നമുക്ക് ഫസ്റ്റ് ഡേ നമുക്ക് ക്രീം കിട്ടിയില്ല. ചെറിയൊരു ക്രീം കിട്ടിയുള്ളൂ. നല്ല കട്ടിയുള്ള വളരെ ഒരു 50 മില്ലി ഏകദേശം അത്രയും കിട്ടിയുള്ളൂ. പിന്നെ നമ്മളിവരെ കസ്റ്റമർ കെയറിൽ വിളിച്ച് അപ്പോൾ അവർ നമുക്ക് വീഡിയോ കോളിൽ വന്ന് ഫിറ്റിംഗ് ഒക്കെ കറക്റ്റ് പ്രോപ്പറായിട്ട് കാണിച്ചു തന്നു. പിന്നെ ചെയ്തപ്പോൾ ഓക്കെ ആയിരുന്നു. നല്ല ഗുഡ് റിസൾട്ട് കിട്ടി. അതായത് ഒരു 10 ലിറ്റർ പാലിൽ നിന്ന് തന്നെ കറക്റ്റ് നമുക്ക് അവർ പറഞ്ഞത് 10 ലിറ്ററിൽ നിന്ന് അര കിലോ കിട്ടുന്നു. ഡിപ്പെൻഡ് അതിൻ്റെ കൊഴുപ്പ് അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നമ്മളാ പശുക്കൾ അത്യാവശ്യം കറമൂപ്പായതുകൊണ്ട് നല്ല കൊഴുപ്പുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നല്ല അര കിലോത്തിന് മേലെ നമുക്ക് കിട്ടി. ഓരോ ദിവസം അര കിലോത്തിന് മേലെ വെച്ച് കിട്ടി. അപ്പോൾ നമുക്ക് ഓക്കെ ആയി. അപ്പോൾ ആ ഒരു പ്ലാനിങ്ങിലാണ് ഇപ്പോൾ നമ്മൾ പോണത്. അപ്പോൾ അടുത്തത് ഇതിൻ്റെ ഒരു വർക്കിംഗ് പ്രോസസ്സ് എങ്ങനെയാണ്, ഫിറ്റിംഗ് എങ്ങനെയാണ്, നമ്മൾ ക്രീമൊക്കെ എടുത്ത് കാണിക്കുന്ന ഒരു വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യാം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. പിന്നെ നമ്മളെ ഫാമിൽ ഞങ്ങളെന്തെങ്കിലും മിസ്റ്റേക്ക് എന്തെങ്കിലുമൊക്കെ പറയുന്നത് കമൻറ്റിലൂടെ നമുക്ക് അതറിയിക്കാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ക്രീം സെപ്പറേറ്ററിൻ്റെ ഒരു പ്രവർത്തനമായിട്ട് ഒരു വീഡിയോ എന്തായാലും ചെയ്യാം. അപ്പോൾ ബൈ.